രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരായ രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിൽ നിർണായക നീക്കം. മൊഴി നൽകാൻ തയ്യാറെന്ന അതിജീവിത അന്വേഷണ സംഘത്തെ അറിയിച്ചു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യം തള്ളിയ ഉത്തരവ് പുറത്ത്. രാഹുൽ പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. വിവരങ്ങളുമായി വീണ ചേരുന്നുണ്ട്. വീണ, രാഹുലിന് ഇടം വലം അങ്ങനെ കുരുക്കുമുറുകുകയാണ്. എന്തായാലും ഈ 23 വയസ്സുകാരിയായ ആ പെൺകുട്ടി, ആ അതിജീവിത, അതീവ നിർണായക വിവരങ്ങളാണ് തന്റെ പരാതിയിൽ നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ പെൺകുട്ടി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മൊഴി നൽകാൻ തയ്യാറായിരിക്കുന്നു. എപ്പോഴാകും മൊഴിയെടുപ്പ്? ഇത് രാഹുലിന് ഇരട്ടപ്രഹരമായിരിക്കില്ലേ വീണ? അതാണ് അശ്വതി, രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കുമുറുകുന്നു എന്നുള്ളതാണ്. യാതൊരുവിധ പഴുതുകളുമില്ല എന്നുള്ളതാണ്. ഒന്നിനു പുറകെ മറ്റ് നിരവധി യുവതികൾ നിയമ പോരാട്ടത്തിന് മുന്നോട്ട് വരുന്നു. നിയമ പോരാട്ടവുമായി മുന്നോട്ടേക്ക് എത്തുമ്പോൾ രാഹുലിന് കുരുക്കുമുറുകുന്നു എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ രണ്ടാമത്തെ പരാതി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പുറത്തു വന്നത്. കോൺഗ്രസ് അധ്യക്ഷനാണ്, KPCC അധ്യക്ഷനാണ് ഈ ഒരു യുവതി പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ പെൺകുട്ടിയുടെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെയില്ല. ഇതിൽ പെൺകുട്ടി കൃത്യമായി പറയുന്നുണ്ട്, 2023 നടന്ന സംഭവമാണ്. ഇപ്പോൾ പെൺകുട്ടിക്ക് 23 വയസ്സാണ്. അന്ന് ഇതുമായി ബന്ധപ്പെട്ട് ബംഗളൂരുവിൽ വിദ്യാഭ്യാസ ആവശ്യത്തിന് പോയ പെൺകുട്ടി അത് കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ വിവാഹ വാഗ്ദാനം നൽകുകയും തുടർന്ന് ഭാവി കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയും കാറിൽ സഞ്ചരിച്ച് മറ്റൊരു ഹോം സ്റ്റേ സ്ഥലത്തെത്തിച്ച് അവിടെ വെച്ച് ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു എന്ന് യുവതി ഈ ഒരു പരാതിയിൽ കൃത്യമായി പറയുന്നുണ്ട്. അന്ന് ഈ വാഹനം ഓടിച്ചിരുന്നത് കോൺഗ്രസ് പ്രവർത്തകനായ ഫെനി നയനാനായിരുന്നു. ഈ ഫെനി നയനാൻ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥിയാണ്. അടൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കൂടിയാണ് ഇയാൾക്കെതിരെയും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഈ ഒരു പരാതി നൽകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി നൽകി KPCC അധ്യക്ഷന്റെ ഒരു പരാതി ലഭിക്കുന്നു. തുടർന്ന് ഈ ഒരു പരാതി DGPക്ക് കൈമാറുന്നു. ഇതുമായി ബന്ധപ്പെട്ട FIR ഇടുന്നു. ഈ FIR ഇട്ട അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് കോടതിയിൽ ആദ്യ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്. ഇന്ന് രണ്ടാം ദിവസമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വാദം തുടരുന്നതിനിടയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കോടതിയെ അറിയിക്കുകയും കോടതി ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇമെയിൽ വന്ന അതേ മെയിൽ ഐ ഡിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിയുന്നതിനായി പെൺകുട്ടിക്ക് മെയിൽ അയക്കുകയും പെൺകുട്ടിയുടെ മറുപടി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. താൻ മൊഴി നൽകാൻ റെഡിയാണ്, സമ്മതം അറിയിച്ചിരിക്കുകയാണ് പെൺകുട്ടി. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഈ കാര്യം പറയുമ്പോൾ തന്നെ ഇന്ന് രാവിലെ കോടതിയിൽ സംഭവിച്ചിരുന്നു. ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ സംഭവിച്ച ചില നിർണായക വിവരങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഇന്ന് ആ കോടതി മുറിയിൽ എന്താണ് നടന്നത്? അതായത് ശക്തമായ തെളിവുകൾ, കൃത്യമായ നിരീക്ഷണങ്ങൾ, അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കുടുക്കിയത്. ഈ മുൻകൂർ ജാമ്യം തള്ളിയ ഉത്തരവിൽ ഈ കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? അശ്വതി, കഴിഞ്ഞ ദിവസമാണ് രാഹുൽ അവസാനത്തെ ആയുധം എന്ന രീതിയിൽ ഒരു മുൻകൂർ ജാമ്യവുമായി കോടതിയെ സമീപിക്കുന്നത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. കഴിഞ്ഞ ദിവസം കോടതി അത് പരിഗണിച്ചു. 1.5 മണിക്കൂർ നീണ്ടുനിന്ന വാദമുണ്ടായിരുന്നു. എന്നാൽ പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാനുണ്ടെന്ന് അറിയിക്കുകയും തുടർന്ന് ഇന്നത്തേക്ക് വാദം തുടരുകയുമായിരുന്നു. ഇന്ന് മണിക്കൂറുകൾ നീണ്ട വാദം അടച്ചിട്ട കോടതി മുറിയിലാണ് നടന്നത്. ഈ കോടതി മുറിയിൽ കൃത്യമായി പ്രതിഭാഗം വാദിക്കുന്ന വിവരങ്ങളെ അല്ലെങ്കിൽ അത്തരം വാദങ്ങളെ ಖಂಡಿക്കുന്ന തരത്തിലുള്ള കൃത്യമായ തെളിവുകൾ, രേഖകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കാൻ സാധിച്ചു. അതിനാൽ തന്നെയാണ് രാഹുലിന് തിരിച്ചടി ലഭിച്ചതും ഇടം വലം തിരിയാനാകാതെ രാഹുലിന് കുരുക്ക് മുറുകിയിരിക്കുന്നത് മനസ്സിലാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ക്കെതിരെ കൂടുതൽ കുരുക്ക് മുറുകുന്നു.